നമസ്കാരം. എൻ്റെ മാവിലായി കഥകളുടെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം, സുസ്വാഗതം. ഞാനൊരു പെക്കടിച്ചുകൊണ്ട് തുടങ്ങാം. എന്തിനും ഒരു ഉഷാറ് വരണ്ടേ. തെങ്ങിന് ഭയങ്കര ചൂട്. നല്ല ഫ്രഷ് ഇപ്പം എടുത്തുകൊണ്ട് വെച്ചതേ. 2001 കഥ നടക്കുന്നത്. ഇതങ്ങ് മാവിലായിലാണ്. ഇതിനകത്ത് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചുപോയവരോ ആയിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ ആരെയും ഇതുമായിട്ട് കണക്ട് ചെയ്ത് ലിങ്ക് ചെയ്ത് സംസാരിക്കാതിരിക്കുക. കഥ ജസ്റ്റ് കാണാനും കേൾക്കാനും മാത്രമുള്ളതാണ്, ആസ്വദിക്കാനുള്ളതാണ്. അങ്ങനെ 2001 കാലത്ത് എനിക്ക് ഈ മാവിലായില് കുറച്ച് വാഴക്കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ഒരല്പം വ്യാപകമായിട്ട് ഒരു 2000-അടുത്തുണ്ടായിരുന്നു, 2000 മോടിനടുത്ത് ഏത്തവാഴ കൃഷിയാണ്. ഞാൻ 2000 മാവിലായിൽ താമസം ആക്കുന്ന സമയത്ത് എന്തേലും ഉപജീവനം വേണമല്ലോ. തന്നെയല്ല തിന്നും ഉറങ്ങി മാത്രം ജീവിക്കാൻ പറ്റുമോ? അങ്ങനെയാണ് കൃഷിയിലോട്ടും ഒക്കെ കൂടുതൽ വ്യാപകമായിട്ട് മാറുന്നത്. ഒപ്പം പറയാനൊരു കാര്യമുണ്ട്. ഈ എൻ്റെ ചാനലിൽ ചില മലരന്മാര് വന്നിരുന്ന് പറയാറുണ്ട്, ഈ പണി നിർത്തി വേറെ വല്ല പണിക്കും പോയിക്കൂടെ എന്ന്. പോണതാളി, ഞാൻ ഈ 60 വയസ്സുള്ള ഞാൻ എന്ത് പണിക്കാടാ പോകേണ്ടത്? എനിക്കിതൊക്കെയാ പണി, എനിക്ക് വേണേ കൊടുത്താൽ മതി എന്നാണ് ഞാൻ പറയുന്നത്. എന്നെ കൊണ്ട് അതൊക്കെ പറയിപ്പിക്കുന്നതാണേ. എൻ്റെ ചാനലിൽ വന്നിരുന്ന ഡയലോഗ് പറയുമ്പോൾ ഓർക്കണം, ഞാനിതൊക്കെ എവിടെയെങ്കിലും ഒക്കെ ഇട്ട് താങ്ങുമെന്ന്. അപ്പൊ നമുക്ക് കഥയിലേക്ക് വരാം. അങ്ങനെ ഞാൻ എൻ്റെ വാഴയെല്ലാം ഏകദേശം വിളവിനോടടുത്ത് വരികയാണ്, കൊലവെട്ടം പരുവായി വരികയാണ്. ഞാനൊരു ദിവസം, എല്ലാ ദിവസവും ഞാൻ രാവിലെയും വൈകിട്ടും എൻ്റെ വാഴത്തോട്ടത്തിൽ എന്ത് കൃഷിയായാലും ഞാൻ അതിനകത്ത് കയറി ഇറങ്ങുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്, ദുസ്വഭാവമാണ്. അപ്പൊ ഞാനിങ്ങനെ ഈ തോട്ടത്തിലൂടെ നടന്നു പോകുമ്പം ഈ ഓരോ വാഴയുടെ പിണ്ടിയിൽ ഇങ്ങനെ പിടിച്ച് തിരിഞ്ഞൊക്കെയാണ് പോകുന്നത്. ചുമ്മാ ലോഹ്യം, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ അങ്ങനെ ഒരു വാഴയുടെ സൈഡിൽ ചെന്ന് കഴിഞ്ഞുകൊണ്ട് ഒരു വാഴയുടെ ഒരു 3.5-4 അടി പൊക്കത്തിൽ വെച്ച് ഒരു ചീനിക്കമ്പ് കുത്തിക്കയറ്റിയ മാതിരി ഒരു കിഴുത്ത കണ്ട് ഹോള്. ഇതെന്തുവാ? സാധാരണ എൻ്റെ വാഴ കൃഷിയിലൊന്നും ഈ തണ്ട് തുരപ്പിനും അല്ലാത്ത തുരപ്പിനൊന്നും ഞാൻ കാണാറില്ല. അപ്പൊ ഞാൻ കണ്ടത് ശേഷം ഇതെന്ത് പറ്റി? ഞാൻ ജസ്റ്റ് ആ വാഴയുടെ സ്പോട്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് ഞാൻ മറ്റ് സ്ഥലങ്ങളിലോട്ടൊക്കെ പോയി. അടുത്ത ദിവസം എനിക്ക് പോകാൻ കഴിഞ്ഞിരുന്നു, വേറെ സ്ഥലത്തൊക്കെ പോകണമായിരുന്നു. അങ്ങനെ 3-ന്റെ അന്ന് പിന്നെ എഗൈനാണ് ആ ഭാഗത്തോട് ചെല്ലുന്നത്. അപ്പൊ ഈ വാഴപ്പിണ്ടിയില് ഇങ്ങനെ ചിനിക്കമ്പ് കുത്തിക്കയറ്റുന്നത് കലാപരിപാടി സാധാരണ കൃഷിക്കാർ ചെയ്യാറുണ്ട്, അറിയാവുന്ന കൃഷിക്കാർ. അതിനൊക്കെ ഒരു കണക്കും തോതും ഒക്കെ ഉണ്ട്. അങ്ങനെ കുത്തിക്കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ വാഴയുടെ കൊല വെട്ടുന്ന ദിവസം നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് നീട്ടി വെക്കാൻ കഴിയും. അതിനുവേണ്ടിയൊക്കെ ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് പൂവമ്പാഴ കൃഷിയിൽ നിങ്ങൾക്കറിയാം, കായ ഏകദേശം വിളഞ്ഞു വരുന്ന സമയമാകുമ്പോഴത്തേക്ക് പൊട്ടിക്കീറുന്ന ഒരു പരിപാടിയുണ്ട്. ഈ പൊട്ടിക്കീറുന്ന പരിപാടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ വാഴയുടെ കറ, പൂവൻ വാഴയ്ക്ക് പൊതുവെ കറ വളരെ കൂടുതലാണ്. കറ കുറച്ച് കളയാൻ വേണ്ടിയിട്ട് ഇതിനെ ചരിച്ച് ചീനിക്കമ്പ് കുത്തി വെക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ ഈ കൃഷിക്കാർ സ്വയം ചെയ്യുന്ന കലാപരിപാടികളാണ്. പക്ഷെ ഇതങ്ങനെയുള്ള ഒരു കിഴുത്തല്ല, ഇത് നേർക്ക് നേര് കിഴിച്ചേക്കുന്നു. അപ്പൊ ഞാൻ അവിടെ കിടന്നൊരു കമ്പെടുത്ത് ആദ്യത്തെ ദിവസം കണ്ടപ്പം തന്നെ ഒരു കമ്പെടുത്തിനകത്ത് കുത്തി നോക്കിയത് എന്തുമാത്രം ആഴത്തിൽ പോയിട്ടുണ്ടെന്ന്. ഏകദേശം അങ്ങനെ അറ്റം പറ്റിയിട്ടില്ല, എന്നാൽ ഒരു 3/4 ഭാഗം വരെ പോയിട്ടുണ്ട്. അങ്ങനെ 3-ാമത്തെ ദിവസം ചെല്ലുന്ന സമയത്ത് ഈ പിണ്ടി അഴുകും. ഒരു ദിവസം 2 ദിവസം കൊണ്ടൊക്കെ അവിടെ ആ കിഴിച്ച ഭാഗം അഴുകും. ഇപ്പൊ ഞാൻ ചെന്ന് നോക്കിയിട്ടുണ്ട്, അതിനകത്തുനിന്ന് വേറെ ചില സാധനങ്ങളൊക്കെ ഒഴുകി വന്നേക്കുന്നു. ഈ വേറെ ചില സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ വാഴയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ചില കാര്യങ്ങൾ. ഇതെന്ത്, ഞാൻ ആകെ ടെൻഷനായി. കാര്യം ഇനി വല്ല പുതിയ ജീവികൾ വല്ല ഇറങ്ങിയോ? അങ്ങനെ ഞാൻ ഇതൊന്നുകൂടെ ഡീപ്പായിട്ട് പരിശോധിച്ചു. അപ്പോഴും എനിക്ക് അങ്ങോട്ടൊന്നും കൺഫേം ആയില്ല. ഞാൻ ഇതിനകത്ത് വേറെ ഒരു കമ്പ് കുത്തി കയറ്റി അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളതൊന്നും അറിയാൻ വേണ്ടിയിട്ട്, ഈ പല്ലിയോ ജെല്ലിയോ വല്ല അതിനകത്ത് ഇരിപ്പുണ്ടെന്ന് അറിയണ്ടേ.
കുത്തിയെടുത്ത് കഴിഞ്ഞ് ആ സാധനം ഇനി വെളിയിലോട്ട് എടുത്ത കമ്പ് നോക്കിയപ്പോൾ എനിക്കൊരു ചെറിയ സംശയം. കാര്യം ഞാനും ഒരു പുരുഷനല്ലേ. എനിക്കൊരു സംശയം, ഇത് വശപ്പശകാന്നല്ലോ. ഞാൻ ആരോടും മിണ്ടിയില്ല. ഇത്തരം കഥകളൊന്നും ആരോടും പറയാൻ പാടില്ല. കാര്യം നിങ്ങളെല്ലാം മാന്യന്മാരല്ലേ. മാന്യന്മാരോട് ഇത്തരം കഥകൾ പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നവൻ മോശക്കാരനായി പോകത്തില്ലേ. പക്ഷെ ഞാൻ അടുത്ത ദിവസം ഒരു ഫുൾ ഡേ അവിടെ പോയി സെക്യൂരിറ്റി പണി ചെയ്തു, കാവലിരുന്നു. ആരാണ് എൻ്റെ തോട്ടത്തിൽ വരും. ഇതിനിടയ്ക്ക് ഞാൻ ചില അന്വേഷണങ്ങൾ നടത്തി. കാര്യം എൻ്റെ കൃഷിയുടെ സ്ഥലങ്ങളിലൊന്നും അങ്ങനെ മറ്റാൾക്കാർ കയറി ഇറങ്ങുന്നത് എനിക്കിഷ്ടമല്ല. അങ്ങനെ ആരെങ്കിലും കയറി വന്നു കഴിഞ്ഞാൽ ഞാൻ നല്ല പോക്കറ്റ് തെറിയും വിളിക്കാറുണ്ട്. അപ്പം ഞാൻ കാവലിരുന്നു, പ്രദേശത്തൊക്കെ ഒന്ന് അന്വേഷിക്കുകയും ചെയ്തു. ആരാണ് ഞാനില്ലാത്തപ്പോൾ എൻ്റെ തോട്ടത്തിൽ വന്ന് കയറുന്നതെന്നൊന്ന് അറിയണമല്ലോ. അങ്ങനെ ഞാനിരിക്കുമ്പം ഇക്കാലത്തെ ഞാൻ ഈ മാവിലായിലെ, എൻ്റെ നാട്ടിലേന്നല്ല, മാവിലായിലെ കഥയാ. ഒരു മാന്യദേഹം, അന്നൊരു 17-18 വയസ്സേ കാണുള്ളൂ ഈ കൃഷിക്ക്. അപ്പൊ പുള്ളി ചെയ്യുന്ന കലാപരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ആരാണ്ട് ശാസ്ത്രീയമായിട്ട് പറഞ്ഞു കൊടുത്തതാണ്. ആദ്യ ദിവസം കിഴുത്തയിട്ട് വെച്ചിട്ട് 2-3 ദിവസം കഴിയുന്ന ഉടനെ ഈ പിണ്ടി അഴുകുമ്പോൾ അതിനകത്ത് കൊണ്ടുവച്ച് തെള്ളാൻ നല്ല സുഖമാണെന്ന് അതിനാരാണ്ട് പറഞ്ഞു കൊടുത്ത പരിപാടിയാണ്. എവിടെയാ പഠിച്ച്? അന്ന് ഇന്റർനെറ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ആരോ ഇത് ചെയ്തിട്ടുള്ളമാരെ പൂർവ്വിക ആരോ പറഞ്ഞു കൊടുത്ത പണിയാണ്. അങ്ങനെ ഈ കക്ഷി വന്ന് ഇതിനകത്തോട്ട് വെച്ച് തള്ളാൻ തുടങ്ങിയ ഞാൻ പറഞ്ഞു, ഞാൻ കുറച്ച് മാറിയാ നിൽക്കുന്നത്, എന്നെ പെട്ടെന്ന് കാണത്തൊന്നുമില്ല. വാഴത്തോട്ടമല്ലേ, അതിനകത്ത് ഇടയ്ക്ക് ഒരാൾ നിന്നാലൊന്നും പെട്ടെന്ന് കാണത്തുമില്ല. പ്രത്യേകിച്ച് അന്ന് ഞാനിടുന്നൊരു കാക്കി ഉടുപ്പുണ്ടായിരുന്നു. കാക്കി ഉടുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീ വെച്ച തീ കത്തത്തില്ല. അതുപോലെ മൊത്തം വാഴക്കറയും മൊത്തം അതുപോലത്തെ ഒരു സ്റ്റൈലൊരു സാധനം. അത് ഇട്ടുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അറിയത്തില്ല. അല്ലേ തന്നെ ഞാനൊരു മഹാകർമ്മനല്ലേ, എന്നെ കണ്ട ആർക്കും മനസ്സിലാകുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനൊന്ന് ഞെട്ടിയിട്ട് ആ കഴ ഇനി വലിച്ചൂരി. ഞാൻ അപ്പോഴത്തേക്ക് നല്ല പ്രായമില്ല, ഇപ്പോഴത്തെ കാലമല്ല. ഇപ്പോഴാണെങ്കിലും അത്യാവശ്യം ഒരു കൈയൊക്കെ നമ്മൾ നോക്കും. ഞാൻ ഓടി ഇവൻ്റെ അടുത്ത് ചെന്നു, എന്താ കാണിക്കുന്നത്? അപ്പോഴത്തേക്ക് ഇവനാകെ പേടിച്ചു, ഭയന്ന് വരണ്ടു പോയി. അത് അങ്ങനെ ഇങ്ങനെ അബദ്ധം പറ്റി, മറ്റേതാ മറിച്ചാന്നൊക്കെ. ഞാൻ ചോദിച്ചേടാ, നീ ഇന്നാരുടെ മോനല്ലയോ? പറഞ്ഞാണ്. എന്നാ നീ അങ്ങോട്ട് വെക്കോ, ഞാനങ്ങ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇവനെ ഞാൻ ചീത്ത വിളിക്കാനും നിന്നില്ല. കാര്യം വികാരമല്ലേ, ശമിപ്പിക്കണ്ടേ, അതിനെന്തെങ്കിലും മാർഗം വേണ്ടേ? അവനെ ഞാൻ 4 ചീത്ത വിളിച്ചായിരുന്നു അവന്റെ വികാര ശമനം ഉണ്ടാകത്തില്ല, കാമപൂർത്തി ഉണ്ടാകത്തില്ല. അങ്ങനെ ഞാൻ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ തോട്ടത്തിൽ നിന്ന് കയറി ഈ മാന്യദേഹത്തിന്റെ കുടുംബമേ മാന്യന്മാരാണ് മൊത്തത്തില്. അവൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ബെല്ലടിച്ച് തന്ത ഇറങ്ങി വന്നു. ഞാൻ പറഞ്ഞിട്ടു, തൻ്റെ മോനെ എൻ്റെ തോട്ടത്തിൽ വന്ന് ഇന്ന പോലൊരു കലാപരിപാടി കാണിച്ചിട്ടുണ്ട്. തൽക്കാലം ഞാൻ ഒരു വാഴയിലേ കണ്ടിട്ടുള്ളൂ. ഞാൻ ഇന്ന് അവനെ കൈയോടെ പിടിച്ചിട്ടുണ്ട്. താൻ വന്നാൽ ആ കൊല വെട്ടി ഞാൻ തനിക്ക് തരാം. പക്ഷേ നഷ്ടപരിഹാരം എനിക്ക് ഇപ്പം കിട്ടണം. അപ്പം കഥയെല്ലാം കേട്ട് കഴിഞ്ഞെന്നെ ഇയാൾ എന്നോട് പറഞ്ഞ്, ആരോടും പറയണ്ട, ഞാൻ പൈസ അങ്ങ് തരാം. അങ്ങനെ 1000 രൂപ നഷ്ടപരിഹാരം എനിക്ക് തന്നു. ഞാൻ പറഞ്ഞു, താൻ വന്നാൽ കൊല വെട്ടിക്കൊള്ളാൻ പറഞ്ഞു, തനിക്കൊള്ളാമെന്ന് പറഞ്ഞു. അതെനിക്ക് വേണ്ട, വേറെ ആർക്കെങ്കിലും കൊടുത്തേക്കാം. അങ്ങനെ ഈ എൻ്റെ വാഴത്തോട്ടത്തിൽ വാഴക്കൃഷിയിൽ വന്ന് കാമപൂർത്തി നടത്തിയ ഒരു മിനിറ്റ്, ഇവിടെ കണ്ണാടി എവിടെയെന്ന് അറിയാൻ സമയം വന്ന് നോക്കിയതാണ്. കൂടുതൽ സമയം നിങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലോ. അപ്പൊ അങ്ങനെ ഈ മാന്യന്റെ അന്നത്തെ കാമപൂർത്തിക്ക് എൻ്റെ വാഴയുടെ തണ്ടാണ് വിനിയോഗിച്ചത്. ഈ മാന്യൻ ഇന്ന് എൻ്റെ നാട്ടിലെ പരമമാന്യനായിട്ട്, എൻ്റെ നാട്ടിലല്ല, മാവിലായിലെ പരമമാന്യനായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷെ അതിനുശേഷം ഇപ്പൊ വലിയ ഉദ്യോഗത്തിലൊക്കെയാണ് ഇരിക്കുന്നത്. ഈ ഉദ്യോഗത്തിലിരിക്കുന്ന പരമമാന്യൻ എൻ്റെ മുഖത്ത് നോക്കാനുള്ള ചങ്കുറപ്പമില്ല. അപ്പൊ നമ്മുടെ മാന്യന്മാരെ പറ്റിയിട്ട് ഒരു ചെറുകഥ പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമായിരിക്കും, ഇല്ലയോ?
ഇഷ്ടപ്പെട്ടില്ല പോടാ പുല്ലേ അവിടുന്ന്.